എല്ലാവർക്കും ഗുഡ് വൈബ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ലോ ഓഫ് അട്രാക്ഷനിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഹൈ വൈബ്രേഷണൽ ഫ്രീക്വൻസിയെക്കുറിച്ചാണ്. അതെങ്ങനെ നിങ്ങൾക്ക് ഹൈ വൈബ്രേഷനിലോട്ട് എത്താം, അതുപോലെ തന്നെ അതിന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു ചെറിയൊരു റിച്വൽ കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇത് നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാനും അതുപോലെ എപ്പോഴും നമുക്കൊരു ഹൈ ഫ്രീക്വൻസി മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കും. അറിയാമല്ലോ, ഹൈ ഫ്രീക്വൻസി മെയിൻറ്റെയിൻ ചെയ്യുന്നത് വഴി നമ്മുടെ ആഗ്രഹങ്ങൾ അതിവേഗം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സാധിച്ചെടുക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ജീവിതത്തിൽ പണം, സന്തോഷം, ഒരു സക്സസ്, വിജയം ഇതൊക്കെ ആകർഷിക്കാൻ എപ്പോഴും ഒരു സീക്രട്ട് ഫോർമുലയുണ്ട് കേട്ടോ. അതാണ് നമ്മുടെ ഫ്രീക്വൻസി. അപ്പോൾ ഫ്രീക്വൻസി എത്രത്തോളം ഹൈ ആകുന്നോ അത്രത്തോളം നമ്മുടെ മാനിഫെസ്റ്റേഷനും വർദ്ധിക്കും, അതിൻ്റെ പവർ. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ചിലർ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ടല്ലേ, അവർക്ക് ആവശ്യത്തിന് ധനമുണ്ടാകും, എല്ലാ സുഖ സൗകര്യങ്ങളും അവരുടെ ജീവിതത്തിലുണ്ടാകും, അവർ വളരെ ഹാപ്പി ആയിരിക്കും എല്ലാ കാര്യങ്ങളിലും. അപ്പം നമ്മൾ ചിന്തിക്കാറുണ്ടല്ലേ, ഇവർക്ക് എങ്ങനെയാണ് ഇത് സാധിക്കുന്നതെന്ന്. കാരണം അത് അവരുടെ ഫ്രീക്വൻസിയാണ് കേട്ടോ. അവരുടെ വൈബ്രേഷണൽ ഫ്രീക്വൻസി എപ്പോഴും ഹൈ ആയിരിക്കും. അതുകൊണ്ടാണ് അത്. ചിലപ്പോൾ അവരറിയുന്നുണ്ടാകില്ല, അവരെപ്പോഴും പോസിറ്റീവ് ചിന്തകളിലൂടെയും ഞാൻ ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾ അവർക്ക് ഇൻബിൽഡായിട്ട് അവരിൽ ഉണ്ടാകാം. അതുകൊണ്ടാണ് അവർ പോലും അറിയാതെ അവർക്ക് ആ ഫ്രീക്വൻസി മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്കും നമ്മളിപ്പോൾ വളരെ ലോ ഫ്രീക്വൻസിയിലാണെങ്കിൽ ഞാൻ ഈ പറയുന്ന കുറച്ച് പ്രാക്ടീസസും ഈ റിച്വലും കൂടെ ചെയ്യുകയാണെങ്കിൽ, ഡെയിലി കൺസിസ്റ്റൻസിയോടെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും അതേ ഫ്രീക്വൻസിയിൽ എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഓരോ തരത്തിലുള്ള എനർജിയാണ്. പണം ഒരു എനർജിയാണല്ലേ, നമ്മുടെ ഫീലിങ്സ് ആയിക്കോട്ടെ, നമ്മുടെ ചിന്തകളായിക്കോട്ടെ, അതെല്ലാം ഒരു തരത്തിൽ എനർജിയാണത്. അപ്പോൾ ഈ നമ്മുടെ ചിന്തകൾ അതെന്താണ് ഹൈ ലെവൽ വൈബ്രേഷൻ ആകുന്നത്. ചിന്തകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ സന്തോഷം, നമ്മളിലുണ്ടാകുന്ന ചെറിയൊരു ചിരി, അതുപോലെ നമ്മൾ വളരെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന കാര്യങ്ങൾ, ഇതൊക്കെ നമ്മുടെ വൈബ്രേഷൻ കൂട്ടുന്ന കാര്യങ്ങളാണ്. എന്നാൽ അതേസമയം നമ്മുടെ വൈബ്രേഷൻ കുറയ്ക്കുന്ന കാര്യങ്ങൾ, പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യം, അതുപോലെ തന്നെ നമുക്കുണ്ടാകുന്ന ദുഃഖം, അതുപോലെ പെട്ടെന്നുണ്ടാകുന്ന നമ്മുടെ പേടി, ഭയം, ഇതൊക്കെയാണ് നമ്മളെ ലോ വൈബ്രേഷനിലേക്ക് എത്തിക്കുന്ന എനർജി ഫോംസ്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യുക, കഴിവതും നമ്മളിൽ നിന്നും ഒഴിവാക്കുക. പക്ഷെ നമ്മൾ മനുഷ്യരായതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ സമയത്തും ഇതൊക്കെ ഇല്ലാതെ പോസിറ്റീവായിട്ടിരിക്കാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഡൗൺ ആക്കുന്ന സമയത്താണ് ഞാൻ ഈ പറയുന്ന പ്രാക്ടീസ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ലോ വൈബ്രേഷനിൽ ഇരിക്കുന്ന സമയത്ത് യൂണിവേഴ്സിൻ്റെ സിഗ്നൽസ്, യൂണിവേഴ്സ് എത്ര തന്നെ ഹൈ ഫ്രീക്വൻസി സിഗ്നൽസ് നമ്മളിലേക്ക് അയച്ചാലും നമുക്കത് സ്വീകരിക്കാൻ സാധിക്കില്ല. കാരണം അവിടെ ഒരു ഫ്രീക്വൻസി മിസ്മാച്ച് ഉണ്ടാകും. അപ്പോൾ ഹൈ വൈബ്രേഷനിലുള്ള സമയത്താണ് എന്താണ് നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ നമുക്ക് വർക്കാകുന്നത് കേട്ടോ. അപ്പോൾ എപ്പോഴും നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക, നിങ്ങൾ ഇപ്പോൾ ഒരു അതിശക്തമായ ഒരു കാന്തം, മാഗ്നറ്റ് ആണെന്ന് വിശ്വസിക്കൂ. അപ്പോഴെന്തായിരിക്കും, നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് ആ സ്ഥലത്തേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങളെ അങ്ങോട്ട് ആകർഷിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഒന്നിനെയും തേടി പോകേണ്ട ആവശ്യമില്ല. നമ്മളിലേക്ക് എന്താകും, ആ കാന്തം ആകർഷിക്കും. പണമാണോ നമുക്ക് ആവശ്യം, അത് ആകർഷിക്കും. അതുപോലെ തന്നെ ആരോഗ്യമാണോ നമ്മൾക്ക് ആവശ്യം, അതും ആകർഷിക്കപ്പെടും. അപ്പോൾ നമ്മൾ എന്താവുക, എപ്പോഴും ഒരു ഹൈ വൈബ്രേഷണൽ ഫ്രീക്വൻസിയിലുള്ള ഒരു മാഗ്നറ്റായി മാറാൻ ശ്രമിക്കുക. അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, ഫസ്റ്റ് ഒരു ഡേ തുടങ്ങുമ്പോൾ തന്നെ നന്ദി പറഞ്ഞു തുടങ്ങുക. കാരണം ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എനർജി വളരെ പെട്ടെന്ന് ഹൈ ആക്കാൻ സാധിക്കും ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് വഴി. കാരണം നമ്മൾ ഇല്ലായ്മയെ നോക്കി ഇരിക്കുന്നവരാണെങ്കിൽ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നത് വഴി എന്തില്ല എന്നതിൽ നിന്നും എന്താണുള്ളത് എന്നുള്ള ചിന്തയിലേക്ക് നമ്മുടെ മനസ്സ് സഞ്ചരിക്കാൻ തുടങ്ങും. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡോടെ നിങ്ങളുടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളിപ്പോൾ വളരെ സാഡായിട്ടൊക്കെ ഇരിക്കുന്ന സമയമാണെങ്കിൽ ഒരു നല്ലൊരു മ്യൂസിക് കേൾക്കുക. അതെങ്ങനെയായിരിക്കണം, നമ്മുടെ മൈൻഡിന് ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന ഒരു മ്യൂസിക് നിങ്ങൾ പെട്ടെന്ന് കേൾക്കുക. അപ്പോൾ നമ്മുടെ എനർജി പെട്ടെന്ന് തന്നെ ഷിഫ്റ്റ് ആകും. അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തി ഒരു ചെറിയ ചിരിയെങ്കിലും നമ്മുടെ മുഖത്ത് വരുത്താൻ നോക്കുക. വലിയ വലിയ കാര്യങ്ങളല്ല, ചെറിയ നമ്മുടെ കുടുംബത്തിലുള്ള ചെറിയ കാര്യങ്ങൾ, നമ്മുടെ കുടുംബാംഗങ്ങളിൽ കാണുന്ന ഒരു ചെറു പുഞ്ചിരി ആയിക്കോട്ടെ, അതിലെല്ലാം സ്വയം സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക. നാലാമത്, നമ്മൾ കുറച്ചു നേരമെങ്കിലും നമ്മുടെ ഈ പ്രകൃതിയിലൊന്ന് സമയം ചിലവഴിക്കുക. ഗാർഡനിങ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ, ഒന്നും വേണ്ട, വെറുതെ ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി നടക്കുക. നമ്മുടെ വീട്ടിൻ്റെ പരിസരത്തായാൽ പോലും ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് ഒന്ന് നടക്കാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ ഇന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പോസിറ്റീവ് അഫർമേഷൻസ് യൂസ് ചെയ്യുക. കഴിവതും നമ്മൾ എപ്പോഴും നമ്മുടെ സിറ്റുവേഷൻ ആ സമയത്ത് എന്താണോ അതിനെ പോസിറ്റീവാക്കി മാറ്റി പോസിറ്റീവ് അഫർമേഷൻസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുക. ആ സമയത്ത് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ നമ്മുടെ മൈൻഡ് സെറ്റ് മാറുന്നത് വരയ്ക്കും നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു പോസിറ്റീവ് അഫർമേഷൻസ് പറയുക. അതുപോലെ തന്നെ പോസിറ്റീവ് അഫർമേഷൻസ് ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അഫർമേഷൻസ് എത്രത്തോളം യൂസ് ചെയ്യുന്നു അത്രത്തോളം നമ്മുടെ വൈബ്രേഷൻസ് ഹൈ ആയിരിക്കും കേട്ടോ.
അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് എന്നും നിങ്ങൾ ഡേ ടു ഡേ ലൈഫിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. ഇത് നിങ്ങൾ കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇതൊരു 1 വീക്ക് അല്ലെങ്കിൽ ഒരു 2 വീക്ക് നിങ്ങൾ കൺസിസ്റ്റൻസിയോടെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൈൻഡ് തന്നെ ഒരു ഫ്രീക്വൻസി ലെവൽ ചേഞ്ച് ആകും കേട്ടോ. കാരണം നെഗറ്റീവ്സ് വരുമ്പോഴൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്ത് ആ സമയത്ത് തന്നെ നമ്മുടെ എനർജി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോയിൽ നിന്നും ഹൈയിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇതുപോലെ ചില ദിവസങ്ങളിൽ നമുക്ക് എന്തൊക്കെ പ്രാക്ടീസസ് ചെയ്തിരുന്നാലും നമുക്ക് പെട്ടെന്ന് അതിൽ നിന്നും വെളിയിൽ വരാൻ സാധിക്കാത്തൊരു നിമിഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ട ഒരു ചെറിയൊരു പ്രാക്ടീസാണ്. വളരെ ഡൗൺ ആണ്, അല്ലെങ്കിൽ ഞാൻ ഈ അവസ്ഥയിൽ തുടർന്നാൽ എൻ്റെ ഇന്നത്തെ ഡേ ടു ഡേ ലൈഫിനെ അത് നെഗറ്റീവായി ബാധിക്കും എന്ന് തോന്നുന്ന അവസരങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ടതാണ്, ഒരു സ്ഥലത്ത് ആദ്യം വളരെ കാമായിട്ടൊന്നിരിക്കുക. ഇരുന്നതിന് ശേഷം ഒരു 3 ഡീപ്പ് ബ്രീത്ത് എടുത്തതിന് ശേഷം വലത് കൈ നമ്മുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കുക. ചേർത്ത് വച്ചതിന് ശേഷം പറയുക, യൂണിവേഴ്സിന് നന്ദി. എന്തിനാണ്? ഈ ഒരു മനോഹരമായ ദിവസം എനിക്ക് സമ്മാനിച്ച യൂണിവേഴ്സിന് നന്ദി. ഞാൻ സന്തോഷത്തെയും സമാധാനത്തെയും സമൃദ്ധിയെയും സ്നേഹത്തെയും ഏറ്റുവാങ്ങാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറയുക കേട്ടോ. ഇത് നിങ്ങൾ ഫുൾ ഫീലോടുകൂടി പറയുക. നമ്മൾ റിസീവിങ് മോഡിലാണെന്ന് യൂണിവേഴ്സിനെ അറിയിക്കുക. ശേഷം നിങ്ങളൊന്ന് വിഷ്വലൈസ് ചെയ്യുക. ഇത് പറയുന്ന നിമിഷം തന്നെ യൂണിവേഴ്സ് നമ്മളോട് റെസ്പോണ്ട് ചെയ്യുകയാണ്. എങ്ങനെയാണ് യൂണിവേഴ്സിൻ്റെ റെസ്പോൺസ്? ഗോൾഡൻ ലൈറ്റ് വഴിയായിരിക്കും അല്ലേ? അപ്പോൾ ആ ഒരു ഗോൾഡൻ ലൈറ്റ് നമ്മുടെ തലയിൽ ടച്ച് ചെയ്ത് നമ്മുടെ ഫുൾ ബോഡി കവർ ചെയ്യുന്നതായിട്ട് നിങ്ങളൊന്ന് സങ്കല്പിക്കുക. സങ്കല്പിച്ചതിന് ശേഷം എന്ത് ചെയ്യുക? വീണ്ടും 3 ഡീപ്പ് ബ്രീത്ത് എടുക്കുക. ഈ 3 ഡീപ്പ് ബ്രീത്ത് എടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ചെറുതായിട്ടൊന്ന് ചിരിക്കുക. ചിരിച്ചതിന് ശേഷം നമ്മളിപ്പോൾ കൈ ഹൃദയഭാഗത്ത് വെച്ചിട്ടുണ്ട് അല്ലേ, അതിന് ലൈറ്റ് ചെറുതായിട്ടൊന്ന് 3 ടാപ്പിംഗ് കൊടുക്കുക. 3 ടാപ്പിംഗ് കൊടുത്തതിന് ശേഷം പറയുക, ഞാനിപ്പോൾ എന്താണ്, വളരെ സന്തോഷത്തിലാണ്. ആദ്യത്തെ ടാപ്പിംഗ്, ഞാനിപ്പോൾ യൂണിവേഴ്സിനെ അതിയായി വിശ്വസിക്കുന്നു. രണ്ടാമത് ടാപ്പ് ചെയ്യുക. മൂന്നാമത് എന്താണ്, ഞാനിപ്പോൾ യൂണിവേഴ്സിനോട് നന്ദി പറയുമെന്ന് മൂന്നാമതും ടാപ്പ് ചെയ്യാം. ചെറുതായിട്ടൊന്ന് ടാപ്പ് ചെയ്താൽ മതി കേട്ടോ, ഒന്ന് തട്ടി കൊടുക്കുക. അപ്പോൾ ഓരോ വാക്ക് പറയുമ്പോഴും ഒന്ന് തട്ടുക. അതെന്താണ്, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ ഉണർത്തുന്നതാണ് കേട്ടോ. സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. എന്താണ്, ഞാനിപ്പോൾ സന്തോഷവാനാണ്, ഞാനിപ്പോൾ യൂണിവേഴ്സിനെ അതിയായി വിശ്വസിക്കുന്നു, ഞാൻ എന്താണ് യൂണിവേഴ്സിനോട് നന്ദി പറയുന്നു. ഇത്രയാകുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആ എനർജി ലോയിൽ നിന്നും ഹൈയിലോട്ട് മാറും കേട്ടോ. കാരണം അതും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡും പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യൂ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇപ്പോഴുള്ള ലോ ഫ്രീക്വൻസിയിൽ നിന്ന് നിങ്ങൾക്ക് ഹൈ ഫ്രീക്വൻസിയിലോട്ട് മാറാനും നിങ്ങൾ ആഗ്രഹിച്ചതൊക്കെ നിങ്ങൾക്ക് ലോ ഓഫ് അട്രാക്ഷൻ വഴി നേടിയെടുക്കാനും സാധിക്കും. ഉറപ്പായിട്ടും വിശ്വാസത്തോടുകൂടി ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്നെ ഫോളോ ചെയ്യുക. എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാകട്ടെ. താങ്ക് യു സോ മച്ച്.